നമസ്കാരം. ചോദ്യങ്ങളും നേതാക്കളും എന്ന പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി നമുക്ക് ഏവർക്കും പ്രിയങ്കരനും പരിചിതനുമായ യുവ നേതാവ് മിസ്റ്റർ സോജിൻ മനയിലാണ്. നമസ്കാരം മിസ്റ്റർ സോജിൻ. നമസ്കാരം. നമസ്കാരം. മക്കൾ രാഷ്ട്രീയത്തെ ഏറ്റവും എതിർക്കുന്ന താങ്കൾ ഈ രംഗത്തേക്ക് വന്നതും ആ വഴിയല്ലേ? താങ്കൾക്ക് ഒരു ഭീഷണിയായി വളർന്നു വരുന്നവരെ ഒതുക്കുവാൻ വേണ്ടിയാണോ ഈ നിലപാട്? മിസ്റ്റർ പ്രദീപ്, മക്കൾ രാഷ്ട്രീയം എന്ന രാഷ്ട്രീയമില്ല. ഞാൻ എതിർക്കുന്നത് കഴിവും അനുഭവസമ്പത്തും ഇല്ലാതെ പാർട്ടിയുടെ ഉന്നതസ്ഥാനത്ത് കയറിപ്പറ്റാൻ ആഗ്രഹിക്കുന്ന ചില നേതാക്കളുടെ മക്കളുടെ ശ്രമങ്ങളെ മാത്രമാണ്. അത് പറഞ്ഞാൽ നേതാക്കന്മാരുടെ മക്കളാരും പാർട്ടിയുടെ ഉന്നതസ്ഥാനത്ത് വരരുതെന്നോ അവർക്ക് കഴിവില്ലെന്നോ ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ നേതൃസ്ഥാനം പിടിച്ചു വാങ്ങിയ ആളല്ല. എനിക്ക് വേണ്ടി ആരും ശുപാർശ ചെയ്തിട്ടില്ല. പല മേഖലകളിലുള്ള എന്നെ ട്രാക്ക് റെക്കോർഡ് കണ്ട ശേഷം പാർട്ടി പ്രവർത്തകർ പറഞ്ഞനുസരിച്ചാണ് എന്നെ നേതാവാക്കിയത്. നാളെ അവർ മാറാൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കുകയും ചെയ്യും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്കെതിരെ ഉയർന്നു വരുന്ന അഴിമതി കേസുകൾ ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആ ചോദ്യം തന്നെ തെറ്റല്ലേ? എനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ്. അപ്പൊ ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് ജനകീയ നേതാവിനാണ് ഇവിടെ ആരോപണമില്ലാത്തത്? നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ ഞാൻ ആ തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. വെറുതെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. സർക്കാരിനെയും പാർട്ടിയെയും കൊണ്ട് താങ്കൾ തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നുവെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണങ്ങളുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ വിളിച്ച് ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ പറഞ്ഞോ? തെരുവിൽ തരും, ഞാൻ വിശ്വസിക്കാം. ഇവയെല്ലാം എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനായിട്ട് കുറച്ച് മാധ്യമപ്രവർത്തകരുടെ സൃഷ്ടിയാണ്. ഇതിലൊന്നും ഒരു വാസ്തവമില്ല. എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ള ആളെന്ന നിലയിൽ ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ കണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഹൈക്കോടതി വിധി വരട്ടെ നമുക്ക് കാത്തിരിക്കാം. അത് പാർട്ടി തീരുമാനമാണ്. ജനങ്ങളാണ് ജനങ്ങളുടേത്. കൂടെ ജനം തീരുമാനിക്കട്ടെ. ജനങ്ങൾ പറയുന്ന പോലെയാണ് എനിക്ക് കാര്യങ്ങളല്ല. പാർട്ടി ജനങ്ങളാണ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇതുവരെ തെളിവില്ലല്ലോ. തെളിവുണ്ടോ? തെളിവ് തരൂ. എന്തിനാണ് ഇപ്പൊ കട്ട് പറഞ്ഞേ? നമ്മളൊരു 1000 നാളെ റിലീസ് ചെയ്താണല്ലോ. അല്ല സാർ, ഇപ്പോൾ പുതുതായിട്ടൊരു ഫ്ലാഷ് ന്യൂസ് റണ്ണിങ് ഉണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ അതിനെപ്പറ്റിയുള്ള ചോദ്യം ഉൾപ്പെടുത്തണം സാർ. അതാകുമ്പോൾ വിധി വന്നതിന് ശേഷം സാറിൻ്റെ ഇൻ്റർവ്യൂ ആദ്യം എടുത്തതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടും. എന്താണ് ഇപ്പോൾ കുറിച്ച് സാർ? അത് നമ്മൾ കൊടുത്ത ഹർജി തള്ളി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. എടാ എളുപ്പം സാറിന് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് കൊടുത്തേ. സാർ ഇപ്പോൾ ഇതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് റെസ്പോൺസ് ഒക്കെ ആലോചിച്ചിട്ട് ഇനി അടുത്ത നമുക്ക് ടേക്കിന് വേണ്ടോ? സർ, റിഹേഴ്സൽ ലുക്സ് ഓക്കെ സാർ. തൽക്കാലം ആൾക്കാരുടെ കണ്ണിപ്പൊടിയുടെ ഇത്രയൊക്കെ മതി. നമുക്കിനി ടേക്ക് എടുക്കുന്ന അനുസരിച്ച് ഇംപ്രവൈസ് ചെയ്യാം. ലെറ്റ്സ് ഗോ ഫോർ ദ ടേക്ക്. സാർ, ഷോട്ട് റെഡി. ക്യാമറ റോൾ. സ്റ്റാർട്ട്. ആക്ഷൻ.